ഞാനൊരു എക്സ് പത്മശ്രീയാണ്. ഉണ്ടായിരുന്നൊരു പത്മശ്രീ പോയി, ഇപ്പോൾ പത്മഭൂഷണം എന്ന് പറയുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിൽ ബസ്സിൽ ഫ്രീ ടിക്കറ്റോ മുമ്പിൽ ചെല്ലുമ്പോൾ അങ്ങനത്തെ ഒരു പ്രിവിലേജും ഉള്ളതല്ല കേട്ടോ. നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള പ്രിവിലേജിനപ്പുറത്തേക്ക് ഈ പദവികൾക്കൊരു പ്രിവിലേജും ഇല്ല. നിങ്ങൾക്കൊക്കെ സന്തോഷിക്കാം, പറയാം ഞങ്ങളുടെ മമ്മൂട്ടിക്ക് അതുകൊണ്ട് ഇതുകൊണ്ടെന്നില്ല. അത് തന്നെ എനിക്ക് വലിയ ധാരാളം. അങ്ങനെ ഞാനൊരു മുൻ പത്മശ്രീയും ഇപ്പോൾ പത്മഭൂഷണുമായ വെറും മമ്മൂട്ടിയാണ്. അങ്ങനത്തെ വലിയ ബഹുമതികളൊന്നും ഞാൻ എൻ്റെ തൊഴിലിലോ മനസ്സിലോ കൊണ്ടുനടക്കാറില്ല. രാജ്യം ആദരിക്കുമ്പോൾ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കേണ്ട നമ്മുടെ കടമയാണ്. ഞാനത് ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട് എനിക്ക്. എൻ്റെ സന്തോഷത്തിൻ്റെ മുഴുവൻ പങ്കും നിങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. ആ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അവകാശത്തിലാണ് എൻ്റെ സന്തോഷം കൂടുന്നത്. വളരെ വളരെ സന്തോഷം. കഴിഞ്ഞ 5 വർഷം മുമ്പ് ബ്രിട്ടാസ് ഫ്രണ്ട് ടൈൽ മാഗസിനിൽ എഴുതിയെന്ന് പറയുന്ന പോലെ ഇതുവരെ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കൊടുക്കുകയോ ഇത് അപ്ഗ്രേഡേഷൻ ഉണ്ടായില്ല എന്ന് എഴുതിയെന്ന് പറയുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് ഉല്ലേഖ് പറയുന്നത് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ ആ മാഗസിൻ വായിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. അത് പിന്നെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഇത്രയും വൈകിയത് എന്താണെന്ന് പറഞ്ഞാൽ പത്മശ്രീ കൊണ്ടുവരുന്ന ട്രെയിൻ ലേറ്റായിട്ടാണ്. അങ്ങനെ വൈകിയതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനെ ഒന്നും ഒരിക്കലും വൈകാറില്ല. നമ്മളാണ് വൈകുന്നത്. സൂര്യൻ ഉദിക്കുന്നതൊക്കെ കൃത്യസമയത്താണ്, അസ്തമിക്കുന്നതും രാത്രി വരുന്നതും ചന്ദ്രനുണ്ടാകുന്നതൊക്കെ കൃത്യസമയത്താണ്. നമുക്ക് ഈ ഭൂമിയിൽ മാത്രമേ സമയമുള്ളൂ എന്നുള്ള കാര്യം വേറെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ 100 കിലോമീറ്റർ മുകളിലോട്ട് പോയ സമയമില്ല. ആ സുനിത വില്യംസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമയമില്ല. അവിടെ സമയമേ ഇല്ല, വായുവില്ല, വെളിച്ചമില്ല. അപ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞു, സുനിത വില്യംസിനെ കണ്ടാൽ 1-2 ചോദ്യങ്ങൾ ചോദിക്കണം. അവിടെ സമയമില്ലാത്തതുകൊണ്ട് ഇവർ സമയം പോകാൻ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നു. എന്തുത്തരം പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞില്ല. പിന്നെ അവിടെ ഭാരമില്ല, ഖനമില്ല നമുക്ക്. അപ്പോൾ എന്നെപ്പോലെയുള്ള ആളുകൾ പോയാൽ ചുറ്റിപ്പോവുകയുള്ളൂ. നമ്മുടെ തലക്കനം എന്തു ചെയ്യും? അങ്ങനെ 1-2 തമാശ. ഏതായാലും എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരവസരം, ഒരു നിമിഷം, അല്ലെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ കുറച്ച് നാളുകൾ എന്നെക്കൊണ്ടായതിൽ വളരെ സന്തോഷം.